ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കാൻ റോഡ് വേണമെന്ന ആവശ്യം. നെടുങ്കണ്ടം തേവാരമെട്ട് റോഡിനായി വാദിച്ച് നാട്ടുകാർ. റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ തേവാരത്ത് നാട്ടുകാർ നിരാഹാര സമരം നടത്തി. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗതയോഗ്യമാക്കി പാത പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മുൻപ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന പാത ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട് സർക്കാർ അടയ്ക്കുകയായിരുന്നു. 1964-ൽ MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ തമിഴ്നാട് വനവകുപ്പിന്റെ എതിർപ്പ് കാരണം നടപ്പായില്ല. പിന്നീട് 1981-ൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. തുടർന്ന് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ തേവാരത്ത് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. തുടർന്ന് 12 മണിക്കൂർ ഉപവാസവും നടത്തി. இந்த பாதை வந்துச்சுன்னா ஆக்சிடென்ட் இல்லாத பாலம் 3.5 கிலோமீட்டர் பாதை. அதை தயவு செஞ்சு அரசாங்கம் இதை மனதில் எடுத்துக்கொண்டு தமிழ்நாடு அரசாங்கம் தான் இதை முக்கியமாக காரணம் சட்டசபையில் இதை பாஸ் பண்ணி சென்ட்ரல் கவர்மெண்ட்டுக்கு கொண்டு போய் சேர்த்து ரெடி பண்ணாங்கன்னா நல்லா இருக்கும். இதை தயவு செஞ்சு தமிழ்நாடு அரசாங்கம் இதை ரெடி பண்ணி கொடுத்துச்சுன்னா ஒத்துழைப்பாக இருக்குன்னு എല്ലാ മക്കൾ സാർഭാഗം ഞങ്ങൾ കേട്ടുக்கிறோம். റോഡ് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ജനങ്ങൾക്കും ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് സമരത്തിന് പിന്തുണ അറിയിച്ച് തേവാരത്തെത്തിയ KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. തേവാരം മുട്ട് തേവാരം റോഡ് കേരളീയരെ സംബന്ധിച്ചും തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ളതാണ്. പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഒരു അന്തർസംസ്ഥാന രംഗത്ത് വലിയ ചുവടുവെപ്പായിരിക്കും, അന്തർസംസ്ഥാന ബന്ധത്തിൽ വലിയ ചുവടുവെപ്പായിരിക്കും തേവാരമെട്ട് റോഡിന്റെ നിർമ്മാണം. 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും. ഇന്ന് കേവലം 4 കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി 4 പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിലെ ആളുകൾ സമരം ചെയ്യുക. കേരളീയരും തമിഴ്നാട്ടുകാരും. കേരളത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ സംസ്ഥാന അതിർത്തി വരെ BMBC നിർമ്മാണ സ്റ്റാറ്റസിലുള്ള റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തമിഴ്നാടാണ് ചെയ്യേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം സജീവ ചർച്ചയാക്കാനാണ് അതിർത്തി മേഖലയിലുള്ളവർ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറും. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.